ഫസ്റ്റ് വൺ, ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടതായി ഓർക്കുന്നു. ഈ ഒരു സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണല്ലേ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് പഠിക്കാം. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടതായി ഓർക്കുന്നു. I remember meeting you somewhere. I remember, which means ഞാൻ ഓർക്കുന്നു, meeting കണ്ടതായി, you നിങ്ങളെ, somewhere എവിടെയോ. I remember meeting you somewhere. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടതായി ഓർക്കുന്നു. സെക്കൻഡ് വൺ, ടോം ഇത് അറിയുവാൻ പോകുന്നില്ല. ഇതെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ ഈ ഒരു സെന്റൻസ്. നമ്മൾ പറയാറില്ലേ, അവനിത് അറിയാനൊന്നും പോണില്ല, അവൻ ഒരിക്കലും ഇതൊന്നും അറിയത്തില്ല. ഇതെങ്ങനെ പറയാം? ടോം ഇത് അറിയുവാൻ പോകുന്നില്ല. ടോം ഈസ് നോട്ട് ഗോയിങ് ടു നോ അബൌട്ട് ഇറ്റ്. ടോം ഈസ് നോട്ട് ഗോയിങ്. ടോം പോകുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? ടു നോ അബൌട്ട് ഇറ്റ്. ഇത് അറിയുവാൻ അല്ലേ. ടോം ഈസ് നോട്ട് ഗോയിങ് ടു നോ അബൌട്ട് ഇറ്റ്. ടോം ഇത് അറിയുവാൻ പോകുന്നില്ല. അടുത്തത്, നാളെ മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സെന്റൻസ് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? നാളെ മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് തോന്നുന്നില്ല. എന്ത്? ഇറ്റ് വിൽ റെയിൻ ടുമാറോ. നാളെ മഴ പെയ്യുമെന്ന്. I don't think it will rain tomorrow. നാളെ മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, അവൾ ഒരു കടയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയി. വിച്ച് മീൻസ് അവൾ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് പോയി. ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഈ ഒരു സെന്റൻസ്? She went from one shop to another. She went from one shop to another. അവൾ ഒരു കടയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോയി. She went എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പോയി അല്ലെ. ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് went എന്നുള്ളത്. She went, അവൾ പോയി. എന്തിൽ നിന്നാണ് പോയത്? ഫ്രം വൺ ഷോപ്പ്. ഫ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽ നിന്ന് അല്ലേ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഫ്രം എന്ന വേർഡാണ് യൂസ് ചെയ്യുക. ഫ്രം വൺ ഷോപ്പ് അല്ലേ. എന്തിലേക്കാണ് പോയത്? മറ്റൊന്നിലേക്ക് അല്ലേ. അപ്പോൾ ലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ടു എന്നുള്ളത്. സോ ടു അനദർ, മറ്റൊന്നിലേക്ക്. ഷീ വെന്റ് ഫ്രം വൺ ഷോപ്പ് ടു അനദർ. അവൾ ഒരു കടയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോയി. അടുത്തത്, നീ എപ്പോഴാണ് പുകവലി ഉപേക്ഷിക്കാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ, ഭയങ്കര അഡിക്റ്റാണ്. അപ്പോൾ നമ്മൾ ആളോട് ചോദിക്കും, നീ എന്ത് വലിയ വിളിക്കുന്നല്ലേ, ഇതൊക്കെ എപ്പോഴാണ് നീ ഉപേക്ഷിക്കാം, നീ എന്നാ ഇതൊന്ന് നിർത്താൻ പോകുന്നത്? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? നീ എപ്പോഴാണ് പുകവലി ഉപേക്ഷിക്കാൻ പോകുന്നത്? When are you going to quit smoking? When are you going to quit smoking? When are you? നീ എപ്പോഴാണ്? ഗോയിങ്, പോകുന്നത്. വെൻ ആർ യു ഗോയിങ്? നീ എപ്പോഴാണ് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ടു ക്വിറ്റ് സ്മോക്കിംഗ്. ടു ക്വിറ്റ് സ്മോക്കിംഗ്, പുകവലി ഉപേക്ഷിക്കാൻ. വെൻ ആർ യു ഗോയിങ് ടു ക്വിറ്റ് സ്മോക്കിംഗ്? നീ എപ്പോഴാണ് പുകവലി ഉപേക്ഷിക്കാൻ പോകുന്നത്? അടുത്തത്, അവൻ്റെ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നു. നമ്മൾ പറയാറുണ്ടല്ലേ, അവൻ പറഞ്ഞ മറുപടി അത്ര ക്ലിയർ അല്ലായിരുന്നു അല്ലേ, എനിക്കൊരു തൃപ്തി കിട്ടിയില്ല. ഇതെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? അവൻ്റെ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നു. ഹിസ് എക്സ്പ്ലനേഷൻ, വിച്ച് മീൻസ് അവൻ്റെ വിശദീകരണം. ഹിസ് എക്സ്പ്ലനേഷൻ. വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ആയിരുന്നു. ഇവിടെ അല്ലായിരുന്നു എന്നാണ് വരേണ്ടത്. സോ വാസ് നോട്ട്. വാസ് നോട്ട്. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് നോട്ട്. അവൻ്റെ എക്സ്പ്ലനേഷൻ, അവൻ്റെ വിശദീകരണം അല്ലായിരുന്നു. എന്ത്? സാറ്റിസ്ഫാക്ടറി. സാറ്റിസ്ഫാക്ടറി, തൃപ്തികരം. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. അവൻ്റെ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നു. വൺസ് മോർ, ഹിസ് എക്സ്പ്ലനേഷൻ വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. അവൻ്റെ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നു. Is it clear?
അടുത്തൊരു സെൻറ്റൻസ് നമ്മൾ റെഗുലറായി യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു വാക്യം. പക്ഷേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഇതെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? There are 24 hours in a day. There are 24 hours in a day. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്.